നമസ്കാരം, ശ്രീനി ആലക്കോടാണ്. കുറച്ച് മുമ്പാണ് ഇങ്ങനെ വാട്സപ്പിൽ ഒരു പോസ്റ്റ് കണ്ടത്. ആ പോസ്റ്റ് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. അത് നിങ്ങളെ കൂടി അറിയിക്കാമെന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ നമ്മുടെ ലഹരിക്കെതിരെയുള്ള ഒരു കൂട്ടായ പ്രവർത്തനം നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും വ്യത്യസ്തമായ രീതിയിലാണ് ലഹരി വസ്തുക്കൾ കടത്തുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നത്. വാർത്തകളിൽ നാം കാണുന്നതാണ്. ഇന്ന് നേരം വെളുത്തപ്പോൾ തന്നെ ചാനലുകളൊക്കെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന, ഒരു പോളിടെക്നിക്കിൽ നടന്ന കഞ്ചാവ് കേസിന്റെ വിവരങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ ദിവസവും വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ലഹരിക്ക് അടിമപ്പെട്ട് വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോൾ ഈ പോസ്റ്റ് ഒരു കൗതുകം ജനിപ്പിച്ചു. അത് നിങ്ങളെ കൂടി അറിയിക്കുകയാണ്. ഈ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു കേട്ടോ. കഞ്ചാവ്, MDMA എന്നിവയുടെ നേരിട്ട ഉപയോഗം ഇങ്ങനെ ആരെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് യൂറിൻ ടെസ്റ്റിലൂടെ കണ്ടെത്താമെന്നുള്ളതാണ് ഒരു നമ്പർ കൊടുത്തിട്ട് പോസ്റ്റ് പ്രചരിക്കുന്നത്. നമുക്ക് ആ നമ്പറിലൊക്കെ ഒന്ന് വിളിക്കാം. അതിനു മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ പറയുകയാണ്. കുറച്ച് ആളുകൾ വരട്ടെ. അപ്പോൾ നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മുതിർന്ന യുവാക്കള് ഇവരൊക്കെ ഇത്തരത്തിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടോ, അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് രക്ഷിതാക്കൾക്ക് വലിയ ബോധമുണ്ടാകില്ല. പല സമയങ്ങളിലും നമ്മളൊക്കെ പറഞ്ഞാലും രക്ഷിതാക്കൾ അത് അംഗീകരിക്കണമെന്നില്ല. അത് നിങ്ങൾക്ക് തോന്നുന്നതാണ്. എന്റെ കുട്ടി ലഹരി ഉപയോഗിക്കാറില്ല, എന്റെ കുട്ടി MDMA ഉപയോഗിക്കില്ല, എന്റെ കുട്ടി കഞ്ചാവ് അടിക്കില്ല എന്ന് പറയും. മദ്യപിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം മണം വരും. ഈ MDMA ഒക്കെ ഉപയോഗിച്ചാൽ മണം പോലും അറിയാത്തതുകൊണ്ട് രക്ഷിതാക്കൾക്ക് അറിയില്ല അത് അവർ ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പോൾ അതിന് ഇവർ ഉപയോഗിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. നമുക്ക് അവരെ നമ്പറിൽ ഒന്ന് വിളിച്ചു നോക്കാം. എന്താണ് അവർ പറയുന്നത് നമുക്ക് കേട്ടു നോക്കാം. നമ്പർ ഇതാണ്: 98 46 29 43 94. ഒന്നുകൂടി നമ്പർ പറയാം: 94 46 29 43 94. ഈ നമ്പർ ഞാൻ വിളിക്കുകയാണ്. എന്താണ് അവർ പറയുന്നത് നോക്കാലോ. ഈ പരസ്യം ആയവരുടെ കുറച്ച് സമയം പിടിക്കും, അതുകൊണ്ടാണ്. അപ്പൊ ഇത് നമ്മുടെ സാധാരണ നമ്മുടെ രക്ഷിതാക്കൾക്ക് ഉപകാരപ്പെടുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത്. നമുക്ക് നോക്കാം. ബെല്ലടിക്കുന്നുണ്ട് തോന്നുന്നു. ബെല്ലടിക്കുന്നുണ്ട്. ഹലോ, നമസ്കാരം. ഞാൻ ശ്രീനി ആലക്കോടാണ്. ഇവിടെ ആലക്കോട് ഒരു മാധ്യമപ്രവർത്തനം. ഓക്കെ, ഞാൻ ഒരു പോസ്റ്റ് കണ്ടു ഇന്ന് വാട്സപ്പില്. ഇങ്ങനെ ഒരു കഞ്ചാവ്, MDMA എന്നുള്ള നേരിട്ട ഉപയോഗം യൂറിൻ ടെസ്റ്റിലൂടെ കണ്ടെത്താമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോസ്റ്റ് കണ്ടത്. അപ്പൊ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലൈവിലാണ്. അപ്പോൾ എന്റെ പ്രേക്ഷകർ കൂടി ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ നമ്പർ ഒരിക്കൽ കൂടി ഞാൻ പ്രേക്ഷകർക്ക് പറയാണ്: 98 46 29 43 94. ഈ നമ്പറിലാണ് ഞാൻ വിളിക്കുന്നത്. അപ്പൊ അവരെന്ത് പറയുന്നു, ഇതെങ്ങനെയാണ് ഇതിന്റെ ടെസ്റ്റ് ഒക്കെ എന്ന് പറയും. ഡ്രഗ് ഓഫ് അബ്യൂസിന്റെ ടെസ്റ്റ് ആണ്. അത് നമ്മുടെ ഡ്രഗ് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ ശരീരത്തിൽ ഡ്രഗ് ഈ പറയപ്പെടുന്ന ഈ ഡ്രഗുകൾ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ്. യൂറിൻ ടെസ്റ്റാണ് ചെയ്യുക. ഈ പേഷ്യന്റെ യൂറിൻ, ഈ ആളുടെ യൂറിൻ ലാബിൽ വന്ന് സാമ്പിൾ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തതിനാൽ 48 hours ഇത് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇവര് 48 മണിക്കൂറിനുള്ളിൽ ഇത് ഉപയോഗിച്ചു എന്നുള്ള അറിയാൻ പറ്റും. 48 മണിക്കൂറിനുള്ളിൽ ഇതിന്റെ ഉപയോഗം എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ പറ്റും. അതിനകത്ത് ആംഫിറ്റമിനും അതുപോലെ തന്നെ മെറ്റാംഫിറ്റമിൻ, കൊക്കെയിൻ, MDMA പോലെയുള്ള 11 ഡ്രഗുകളുടെ ഉപയോഗം കാണപ്പെടുന്നുണ്ട്. സിന്തറ്റിക് ഉപയോഗം അറിയാൻ പറ്റും. അപ്പൊ ആയിക്കോട്ടെ. ഈ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. ആളുകൾ വിളിക്കുമ്പോൾ പറഞ്ഞു കൊടുത്തോളൂ കേട്ടോ. അതൾക്ക് പോകുന്ന ആളുകൾക്കും മറ്റൊക്കെ ഇപ്പൊ ടെസ്റ്റുകൾ ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവർ വരാം. കണ്ണൂർ ജില്ലയിൽ നമുക്ക് ഏകദേശം 9 സെന്ററുകളുണ്ട്. ചെറുപുഴ, പയ്യന്നൂർ. എവിടെ ഇപ്പൊ നിങ്ങൾ ഇതെവിടെയാണ്, സ്ഥലം എവിടെയാണ്? ഇത് ഗവൺമെന്റ് ലാബാണ്. ഓ, തളിപ്പറമ്പിലുള്ള അല്ലേ? ഓക്കെ. ഓക്കെ. എന്തായാലും ഈ നമ്പർ ആളുകൾക്ക് ഉപകാരപ്പെടട്ടെ. അപ്പൊ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങളെ വിളിക്കുന്നതായിരിക്കും. അപ്പൊ ഇത്തരത്തില് നിങ്ങൾ യൂറിൻ അവിടെ തന്നെ അവരുടെ ലാബിൽ തന്നെ പോയിട്ട് യൂറിൻ എടുക്കുക, അവിടെ തന്നെ ടെസ്റ്റ് ചെയ്യുക എന്നാണ് അവർ പറയുന്നത്. അപ്പൊ നമ്മുടെ രക്ഷിതാക്കൾക്ക് ഇത് ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനിപ്പോ നിങ്ങളോട് പറയുന്നത്. അപ്പൊ എന്തായാലും വളരെ സന്തോഷം, നന്ദി, താങ്ക് യു. അപ്പോ കേട്ടല്ലോ. അപ്പൊ ഇത്തരത്തിൽ നിങ്ങളുടെ കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ ടെസ്റ്റിലൂടെ നിങ്ങൾക്ക് അത് അറിയാൻ കഴിയും. അതുപോലെ തന്നെ നമ്മുടെ കോളേജിലൊക്കെ ഉപകാരപ്പെടുന്ന സംഭവമാണ്. എന്താന്ന് പറഞ്ഞാൽ കോളേജിലൊക്കെ അഡ്മിഷന്റെ സമയത്ത്
ഇങ്ങനെ കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർക്കും കൂട്ടമായിട്ട് വന്നിട്ട് ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. എല്ലാ സ്ഥലത്തും ടെസ്റ്റ് ഉണ്ടാകും കേട്ടോ. ഞാനിപ്പോൾ ഈ നമ്പർ കണ്ടപ്പോൾ വിളിച്ചതേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ടെസ്റ്റുകൾ നടത്തിയാൽ ഒരു പരിധിവരെ ഇവരിത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ കഴിയും. എന്തായാലും ലഹരിക്കെതിരെയുള്ള ഈ സംസ്ഥാന സർക്കാരിന്റെയും അതുപോലെ തന്നെ ഓരോ സംഘടനകളുടെയും ആ കൂട്ടായ പ്രവർത്തനത്തിൽ നമുക്കും കൈകോർക്കാം. എല്ലാവർക്കും നന്മ വരട്ടെ. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.